ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. സൺഡേ ആയതുകൊണ്ട് പുറത്ത് പോയി കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പാലാരിവട്ടം ബൈപ്പാസ് ലിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട്, കെയർ ബേക്കേഴ്സിലെ. അപ്പം അവരുടെ അപ്പം മുട്ടക്കറിയും ഭയങ്കര അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ പിന്നെ അത് തന്നെ പോയി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ് ബാൽക്കണി വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ പൂ ഉണ്ടാകുന്ന ചെടി. ഇവിടെ ബാക്കിയെല്ലാം പച്ചില ഉള്ള ചെടിയാണ്. അപ്പം ആദ്യമായിട്ടൊരു പൂവുള്ളൊരു ചെടി വെച്ച് ഇത് പൂത്തിട്ടുണ്ട്. 2 പൂ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമല്ലേ? ഞങ്ങൾ എന്തായാലും പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. സോ എൻ്റെ ഡ്രൈവർ ഇതാ നിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ആക്ച്വലി മെട്രോന്റെ പണി ഇത്ര ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഈ കഴിഞ്ഞൊരു 2-3 മാസം കൊണ്ട് ഇത്രയും പണി പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. കാരണം ഈ പണി ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി ഫ്രീ ആവും. ഇത്ര നാൾ ഭയങ്കര തിരക്കും ഇതൊക്കെ ആയിട്ട് ഒരു ഇച്ചിരി വഴിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. എനിക്ക് പൊതുവേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ ആയ കാരണം ഭയങ്കര ഡസ്റ്റും ഇതൊക്കെ ആയ കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്തായാലും പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഈ ഏരിയ എന്തായാലും ഭയങ്കര അടിപൊളിയാവും. ഹൈവേക്ക് ബ്രിഡ്ജിന് ഇവിടെ ഓവർ ബ്രിഡ്ജ് മെട്രോ വരുമ്പോൾ ട്രാഫിക് എല്ലാം ബ്ലോക്ക് ചെയ്യും, ബ്രിഡ്ജ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് താഴെ കൂടെ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഫോർ ഒരു 1 വീക്കെങ്കിലും അതിന്റെ വർക്ക് നടക്കും. നല്ല ബ്ലോക്ക് ആയിരിക്കും, അടിപൊളിയായിരിക്കും. രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങിയ ഒരു 10 മണിയാകുമ്പോൾ ഓഫീസിൽ ചെല്ലാം. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഓഫീസ്? ഓക്കെ, 1.5 കിലോമീറ്റർ ഉള്ള ഓഫീസിൽ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ എടുക്കുമായിരിക്കും എത്താൻ വേണ്ടിയിട്ട്. സോ ആ കാണുന്ന ആ ഒരു ടോപ്പ് ബിൽഡിംഗ് ആണ് ആക്ച്വലി ഹരിയുടെ ഓഫീസ്. അപ്പൊ ഹരി ഇവിടെ എന്നും ഹരിയുടെ ഡെയിലി ചായ സ്പോട്ടാണത്. മിക്കവാറും തന്നെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. രാവിലത്തെ ചൂട് സാധനങ്ങൾ അതെ അവരിവിടെ ഇറക്കുന്നേ ഉള്ളൂ കേട്ടോ. ചൂട് ബണ്ണും. ഇത് ഗുലാബ് ജാമുനാണോ? എല്ലാം ഇറക്കും. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങള് ആക്ച്വലി അപ്പവും മുട്ടക്കറിയും പിന്നെ ഒരു വെജ് സാലഡും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന എല്ലാ ഫുഡിന്റെ മുന്നേ സാലഡ് കഴിക്കുന്നതാണ്. അതിപ്പോ ഒരു മാൻഡേറ്ററി സാധനം ആയിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഇക്കല്ല ഇന്റീരിയർ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. സോ യെസ്, സാലഡ് എത്തിയിട്ടുണ്ട്. സാലഡ് ഇച്ചിരി കൂടിപ്പോയോ? അപ്പൊ സാലഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് കഴിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. എൻ്റെ ഡയറ്റീഷ്യൻ സന്തോഷമാവട്ടെ. അപ്പവും മുട്ടക്കറിയും എത്തിയിട്ടുണ്ട്. ഞാൻ 2 എക്സ്ട്രാ ബോയിൽഡ് എഗ്ഗും കൂടി പറഞ്ഞിട്ടുണ്ട്, കാരണം പ്രോട്ടീൻ കൂടാൻ വേണ്ടിയിട്ട്. ഇതൊന്നും നമ്മളൊന്നും ഫുഡിന്റെ കൂടെ ഇങ്ങനെ സാലഡ് കഴിക്കുന്ന കാര്യം തീരെ ബോധർ ചെയ്യാത്തൊരു കാര്യമായിരുന്നല്ലേ. ഞാനങ്ങനെയൊന്നും ബോധർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി വിവരമൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ ലൈഫിൽ വരുത്തി തുടങ്ങി കേട്ടോ. കാരണം സാലഡ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ് പെട്ടെന്ന് ഒരു പകുതി പെട്ടെന്ന് ഫില്ലാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം കാർബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലാ മീലിലും സത്യം പറഞ്ഞാൽ ഇങ്ങനെ സാലഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. കഴിച്ചാലും ക്ഷമ കിട്ടുന്നില്ല, അതുകൊണ്ട് വേഗം തന്നെ മെയിൻ ഫുഡിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ സാലഡ് കഴിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ 2 എഗ്ഗും പറയാം. അപ്പം അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെറിയൊരു ചേഞ്ചസ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് മാറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. കാരണം പൊതുവെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എക്സ്ട്രാ 2 അല്ലെങ്കിൽ പിന്നെ വേറെ ഇതൊന്നും പറയാൻ നമുക്ക് മടിയായിരിക്കും. അല്ലെങ്കിൽ സാലഡൊന്നും യൂഷ്വലി നമ്മൾ ആരും പറയാറില്ല. എല്ലാവരും കാര്യം കേട്ടോ, നമ്മൾ ആരും പറയാറില്ല. അപ്പം ഇതൊക്കെ ഒരു പുതിയൊരു ചേഞ്ചസ് ആണ്. ആക്ച്വലി നല്ല അപ്പം മുട്ടക്കറി ആയിരുന്നു കേട്ടോ. മുട്ടക്കറി ഓക്കെ ഭയങ്കര അടിപൊളി എന്ന് പറയാനുള്ളൊരു മുട്ടക്കറി ഉണ്ടോ? ശരിക്കും എന്നാലും ഇതിനേക്കാൾ ഇഷ്ടം ബിന്ദാസിന്റെ മുട്ടക്കറി, ഐ മീൻ എഗ് റോസ്റ്റ്. അത് മസാലക്കറിയാണ്. ഇത് ഇങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് കെയർ ബാഗ്സിന്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്താണെന്ന് അറിയാം, ഇവിടെ എപ്പോഴും നല്ല പാക്ഡ് ആയിട്ടുള്ള കുറേ നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ട് ആക്ച്വലി.
ഈ കേക്ക്, ഈ ഒരു ജസ്റ്റ് കേക്ക്, ഇതിൻ്റെ കൂടെ ഒരു സിറപ്പ് കൂടി കിട്ടും കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ഒരു സാധനമാണ് ഇവിടുത്തെ. ഞാൻ ഡയറ്റായതുകൊണ്ട് ഞാൻ ഇപ്പോൾ മേടിക്കുന്നില്ല. പിന്നെ ഇതാ പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്, ഇങ്ങനെ ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട്. എന്താ ഇങ്ങനത്തെ പാക്കറ്റ് ഫുഡ്സ് ഞാൻ പൊതുവേ കഴിക്കൽ കുറവാണെങ്കിലും എനിക്ക് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളർഫുൾ ആയിട്ടില്ലേ. ബാക്കി ഉണ്ടായിരുന്ന സാലഡ് ഞങ്ങൾ പാക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ. That's my favorite. ഏത്? E46. ഓ, ബോയ്സ് ഇസ് ബോയ്സ് ഓൾവേസ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് തന്നെ പോവാണ്. കാരണം നാളെ ചിങ്ങം ഒന്നായതുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. എല്ലാം ഒന്ന് അടിച്ച് തളിച്ച് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ടൊരു ചേച്ചിയും കൂടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി 9 മണി 9:30 ആകുമ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി 9:15 അതുകൊണ്ട് നേരെ നേരെ ഫ്ലാറ്റിലേക്കാണ് ഇപ്പോൾ. ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ തന്നെ ഒത്തിരി പൂക്കട വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഫുള്ളിങ്ങനെ ആയിട്ട് പൂക്കടയാണ്. സോ എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു പൂക്കളിടാനുള്ള ഒരു കൂടൊക്കെ തോന്നുന്നു കേട്ടോ. പക്ഷേ ഇപ്പം പൂക്കളൊന്നും കണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് പൂ വാങ്ങണം. കാരണം ഈ സൺഡേക്ക് ആണല്ലോ. അപ്പോൾ വീടെന്തായാലും ഫുൾ ക്ലീൻ ചെയ്യാണ്. കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പൂവൊക്കെ വാങ്ങണം. അവിടെ ചെറിയൊരു പൂക്കടയുണ്ട്. അവിടെ നിന്ന് നമുക്ക് വേസ്റ്റിൽ വെക്കാനുള്ള ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങാം കേട്ടോ. ചേച്ചി ഈ ജിപ്സോഫിയില് 2 എണ്ണം, പിന്നെ 2 ഇതും കൂടി തന്നാൽ മതി. ഈ ഈ ഈ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ചെറിയ ആ പൂ ഇത് മതി ഇതും ജിപ്സോഫിലിയും മതി. ഇത് മതി. എന്താ ചേച്ചി? ഇത് ഒരു കുറച്ച് മതി. അത് ഒരു ആദ്യം ചേച്ചി പിടിച്ചത്ര ഇത് മതി. ആൻഡ് യെസ്, നമ്മൾ ഇത്തവണ ഒരു വയലറ്റും മറ്റേ വൈറ്റ് ഫ്ലവറാണ് മേടിച്ചേക്കുന്നത്. അപ്പം നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യണം. കാരണം 11 കാലമാകുമ്പോൾ നമ്മളൊരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പോകണമെങ്കിൽ പെട്ടെന്ന് ക്ലീനിങ് ഒക്കെ പരിപാടികളൊക്കെ കഴിക്കണം. ഇന്ന് ലിഫ്റ്റ് ഇല്ല ഗൈസ്. ഞങ്ങൾ സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു. 3 നില കയറണം. ആയിക്കോട്ടെ, ഈ ചതി എൻ്റെ അടുത്ത് വേണ്ടായിരുന്നു. ഫ്ലവർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് കുറച്ച് നാരങ്ങയും പഞ്ചസാര ഇട്ട വെള്ളമാണെങ്കിൽ പൂക്കൾ അത്ര പെട്ടെന്ന് വാടത്തില്ലെന്ന്. നമുക്ക് അതും കൂടി സെറ്റ് ചെയ്തിട്ട് ഫ്ലവർ ഇതിനകത്തിടാം. ഞാൻ കുറച്ച് ഫ്ലവർ എൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിൽ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ ഫ്ലവർ വേസും റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ വയ്ക്കാം. നമുക്കിങ്ങനെ എല്ലാ ചട്ടിയിലും കുറച്ച് ഇങ്ങനെ വേസ്റ്റ് വെള്ളമൊക്കെ ആയിട്ട് ഇനി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ഇന്ന് കുറച്ചധികം ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. ഞാനും ഇതിൻ്റെ കൂടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതും കൂടി ഉണ്ടെന്നുള്ളൂ. എല്ലാവരും വിചാരിക്കും നിങ്ങളെ കൊണ്ട് ഞാൻ പണി എടുപ്പിക്കുകയായിരിക്കും. ക്ലീനിങ് ഒക്കെ പകുതി വെച്ചിട്ട് അവിടെ നിർത്തി വെച്ചേക്കാം. ഇനി നമുക്ക് സിനിമയ്ക്ക് പോവാം. കുറച്ച് ലേറ്റായി. 11:15 സിനിമ തുടങ്ങണം. പക്ഷെ ഇപ്പോൾ 11:15. അപ്പോൾ ഇത് 11 മണിക്ക് കഴിക്കാനുള്ള സ്നാക്കൊക്കെ എടുത്തിട്ടുണ്ട്. സ്നാക്കും കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിശ്വനാഥ് ആൻഡ് സൺസ് ആണ് കേട്ടോ കാണാൻ പോയത്. നല്ല മൂവിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സൂര്യ ഫാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മൂവി എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ ക്ലീനിങ് അവിടെ പകുതിയൊക്കെ വെച്ചേക്കുവാണല്ലോ, അത് മൊത്തം ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സൺഡേ കിട്ടുന്നത്. ഞങ്ങൾ 2 ആളും ഫ്രീ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിൽ കൂടുതൽ പണി ഇവിടെ ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അതാ എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കുറേ കറിയെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്രാഫ്റ്റ് ബസാറിൽ പോയിട്ടോ. ഇത് ഹോർത്തൂസിൻ്റെ മലയാള മനോരമയുടെ ചെറിയൊരു എക്സ്പോ പോലെയാണ്. എന്തോ 35 ആർട്ടിസാൻസ് എന്തോ ഇന്ത്യയിലുള്ള അത്രയും ആർട്ടിസാൻസിൻ്റെ ഒരു എക്സ്പോ. അപ്പോൾ അവിടെ കുറേ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സെറാമിക്സും
പിന്നെ ടെറാക്കോട്ടയും ഇതേപോലെയുള്ള സംഭവങ്ങൾ, പിന്നെ കുറേ ക്ലോത്തിങ് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു, ഞാനൊന്നും വാങ്ങിയില്ല. എല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു നേരെ ഫ്ലാറ്റിലേക്ക്. ഇനി റെസ്റ്റ്. അപ്പോൾ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.